ജീവിതത്തിൽ ദൈവാനുഗ്രഹം വേണം എന്നാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അനുഗ്രഹത്തിനായി നാം പ്രാർത്ഥിക്കാറുണ്ട്, ദൈവസന്നിധിയിൽ അപേക്ഷിക്കാറുണ്ട്. തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങളിൽ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകരെ ദൈവം അനുഗ്രഹിച്ചതായി എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ് അനുഗ്രഹം? അത് നാം ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായ ആവശ്യമുണ്ട്. പലരെയും സംബന്ധിച്ച് നാം പറയാറുണ്ട്, ദൈവം അവരെ ധാരാളം അനുഗ്രഹിച്ചു. എന്താണതിൻ്റെ മാനദണ്ഡം? സാധാരണയായി നാം മാനദണ്ഡമായി സ്വീകരിക്കാറുള്ളത് സാമ്പത്തികമായ നിലയാണ്. പഴയ കാലത്ത് വീടില്ലായിരുന്നു, എന്നാൽ ഈ കാലത്ത് വന്നപ്പോൾ ദൈവം വലിയ വലിയ വീടുകൾ വയ്ക്കുവാൻ നമ്മെ സഹായിച്ചു. പഴയ കാലത്ത് ചുരുങ്ങിയ സാഹചര്യങ്ങളായിരുന്നു, എന്നാൽ ഇക്കാലത്ത് മക്കളൊക്കെ വിദേശങ്ങളിലൊക്കെ പോയി ഉന്നത നിലയിലുള്ളതായ ജോലികൾ നേടി ഏക്കർ കണക്കിന് വസ്തു സമ്പാദിച്ചു. ഇതൊക്കെ കാണുമ്പോൾ സാധാരണഗതിയിൽ നാം പറയാറുണ്ട്, ദൈവം അവരെ ധാരാളം അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ ഇതാണോ അനുഗ്രഹം എന്ന് നാം ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്താണ് അനുഗ്രഹം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതായ വിവരം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ഭാര്യമാരെയും മക്കളെയും ദാസീദാസന്മാരെയും മൃഗസമ്പത്തിനെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് മടങ്ങി വരികയാണ്. തൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവ് 400 ആളുകളുമായി തന്നെ എതിരേൽക്കുവാനായി വരുന്നു എന്ന് ദൂതന്മാർ വഴിയായിട്ട് അറിഞ്ഞപ്പോൾ ഭ്രമിച്ച് ഭയപരവശനായി എന്നാണ് 32-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. താൻ വല്ലാതെ ഭയപ്പെട്ടുപോയി. അതിനെ തുടർന്ന് യാക്കോബ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനയാണ് 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അവിടെ യാക്കോബ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നും താൻ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ പ്രാർത്ഥനയിൽ ഒരു കാര്യം യാക്കോബ് സമ്മതിക്കുന്നുണ്ട്: ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കർത്താവേ, ഞാൻ ഒന്നുമില്ലാത്തവനായി ഈ വഴി കടന്നുപോയവനാണ്. എന്നാൽ ഇപ്പോൾ അവിടുന്ന് എന്നെ ധനവാനാക്കിയിരിക്കുന്നു. ധാരാളം മൃഗസമ്പത്ത് എനിക്ക് നൽകിയിട്ടുണ്ട്, ദാസീദാസന്മാരുണ്ട്. അങ്ങനെ വലിയൊരു ധനവാനായി ഞാൻ മടങ്ങി വന്നിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രമാത്രം വലിയ സമ്പത്തിൻ്റെ ഉടമയായി ദൈവം യാക്കോബിനെ മടക്കി വരുത്തിയെങ്കിലും ഈ സമ്പത്തല്ല വാസ്തവത്തിലുള്ള അനുഗ്രഹമെന്നും ഇതിനപ്പുറത്തുള്ളതായ ഒരനുഗ്രഹമാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്നും യാക്കോബ് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ തൻ്റെ ഭാര്യമാരെയും മക്കളെയും ദാസീദാസന്മാരെയും മൃഗസമ്പത്തിനെയും എല്ലാം യബ്ബോക്ക് കടവ് കടത്തിയതിന് ശേഷമായി വീണ്ടും പിന്നിലേക്ക് വന്ന് ഇക്കരെ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, യാക്കോബ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി ലാബാൻ്റെ ഭവനത്തിലേക്ക് ചെന്നതായ സമയം മുതൽ ഇങ്ങോട്ടുള്ളതായ കഴിഞ്ഞ 20 വർഷക്കാലത്തെ സംഭവങ്ങളെല്ലാം തൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷമായി തനിക്ക് ദാസീദാസന്മാരും വലിയ സമ്പത്തും ഒക്കെ ഉണ്ടായതും മഹാധനവാനായി താൻ മടങ്ങി വരുന്നതുമായ ഈ സംഭവം വരെയും താൻ അവിടെ ഇരുന്നു കൊണ്ട് തനിയെ ചിന്തിക്കുന്നതായ ഒരു സമയമായിരിക്കാം. എന്തായിരിക്കാം യാക്കോബിൻ്റെ മനസ്സിലുണ്ടായ പ്രധാനമായ ചിന്ത? ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, നാം വായിച്ചതായ വേദഭാഗത്തിലെ കാര്യം തന്നെയാണ്. 32-ാം അധ്യായം 10-ാം വാക്യം: ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഞാനിപ്പോൾ മഹാധനവാനായി തീർന്നിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്താണ് പ്രിയമുള്ളവരെ? യാക്കോബ് മഹാധനവാനാണെന്ന് തന്നെത്താൻ ചിന്തിച്ച അതേ സമയത്ത് തന്നെ
താൻ ചിന്തിക്കുന്നതായ രണ്ടാമത്തെ കാര്യം, ദൈവം എനിക്ക് ആവശ്യത്തിന് സമ്പത്ത് തന്നിട്ടുണ്ട്, ധാരാളമായി സമ്പത്ത് എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ദൈവകരങ്ങളിൽ നിന്നുള്ളതായ യഥാർത്ഥ അനുഗ്രഹം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് യബ്ബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് ഒരു പുരുഷൻ വന്ന് ഉഷസ്സാകുവോളം അവനോട് മല്ലുപിടിക്കുന്നതായ സമയത്ത് ഒരേ ഒരു കാര്യമാണ് യാക്കോബ് അവനോട് അപേക്ഷിക്കുന്നത്: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള ഒരേ ഒരു കാര്യം. തൻ്റെ അരികിൽ വന്നിരിക്കുന്നത് ഒരു ദൈവദൂതനാണ് എന്നുള്ളത് വാസ്തവമായി തിരിച്ചറിഞ്ഞ യാക്കോബ് അവനോട് കേവലം കായികമായ ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയല്ലായിരുന്നു എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24-ാം വാക്യം നാം വായിക്കുമ്പോൾ, അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു എന്നെഴുതിയിരിക്കുന്നത് കൊണ്ട് നാം സാധാരണയായി ധരിക്കാറുള്ളത് കായികമായ ഒരു മൽപ്പിടുത്തത്തെ സംബന്ധിച്ചാകാം. എന്നാൽ ഹോശേയ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താണ് ചെയ്തത്? കേവലം കായികമായ ഒരു മൽപ്പിടുത്തത്തെക്കാൾ ദൂതനോട് കരഞ്ഞപേക്ഷിക്കുകയായിരുന്നു. എന്താണ് യാക്കോബ് അപേക്ഷിച്ചത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്താണ് യാക്കോബ് ഇങ്ങനെ ആവശ്യപ്പെടാനുള്ളതായ കാരണം? ധാരാളം സമ്പത്തുള്ള മനുഷ്യനാണ്. ഈ കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് തനിക്ക് സമ്പാദിക്കാവുന്നതിൻ്റെ പരമാവധി താൻ സമ്പാദിച്ചു കഴിഞ്ഞു. മഹാധനവാനായി താൻ മടങ്ങി വരികയാണ്. ഈ സമ്പത്തിനെ യാക്കോബ് അനുഗ്രഹമായി കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ദൂതനോട് പറയുകയില്ലായിരുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളത്. എന്നാൽ ഈ ധനവാനായിരിക്കെ യാക്കോബ് ദൂതനോട് അപേക്ഷിച്ച ഏക കാര്യം ഇതാണ്: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതുകൊണ്ട് യാക്കോബ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? ഈ സമ്പത്തല്ല വാസ്തവത്തിലുള്ളതായ അനുഗ്രഹം. ധാരാളം സമ്പത്ത് കുമിഞ്ഞുകൂടിയതുകൊണ്ട് അനുഗ്രഹമാകുന്നില്ല. വസ്തുവകയുണ്ടായതുകൊണ്ടോ പണമുണ്ടായതുകൊണ്ടോ നിക്ഷേപങ്ങളുണ്ടായതുകൊണ്ടോ ഒന്നും അനുഗ്രഹമാകുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. അതൊക്കെ വാസ്തവത്തിൽ ദൈവം നമുക്ക് നൽകിത്തരുന്നതായ ഓരോരോ നന്മകൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഈ സമ്പത്തിനൊക്കെ അപ്പുറമാണ്, അതിനൊക്കെ മീതെയാണ് എന്ന് കാണുവാൻ കഴിയും. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരിക്കാം. ഇഷ്ടം പോലെ വസ്തുവകയോ ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസോ ഏക്കർ കണക്കിന് തോട്ടങ്ങളോ ധനാഗമ മാർഗങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് സാമ്പത്തികമായി ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ ധാരാളം സമ്പത്തുണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥമായ ദൈവാനുഗ്രഹം ജീവിതത്തിലുണ്ടോ? കോടീശ്വരന്മാരായിട്ടുള്ള ധാരാളം ആളുകളെ എനിക്കറിയാം. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷേ സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത ജീവിതം നയിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സമ്പത്തല്ല വാസ്തവത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഈ അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നതായ ഒരു കാര്യമുണ്ട്: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല. ദൈവത്തെ നാം വ്യക്തിപരമായി കാണുവാൻ സാധിക്കുന്നതായ സമയം മുതലാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ ആരംഭിക്കുന്നത് എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. നമുക്ക് എന്തെല്ലാം സ്വത്തോ സമ്പത്തോ ഉണ്ടായിരുന്നാലും അതൊന്നുമല്ല അനുഗ്രഹത്തിൻ്റെ ആധാരം. അതെല്ലാം കേവലം ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ളതായ നന്മകൾ മാത്രമാണെങ്കിൽ നമുക്കുള്ള അനുഗ്രഹം ലഭിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? ദൈവത്തെ നാം വ്യക്തിപരമായി മുഖാമുഖമായി കാണുന്നതായ സമയം മുതലാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ ആർക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ മുതൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു തുടങ്ങുന്നു. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവൻ്റെ ചരിത്രം പോലും വഴിമാറുന്നത് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് അത് വഴിമാറുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന വലിയൊരു അനുഗ്രഹമായി രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായൊരു സത്യം: നമുക്കൊരുപക്ഷേ സമ്പത്തോ ഒരുപാട് സ്ഥാനമാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ മുഖാമുഖമായി നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ നമുക്ക് ഇടയാകുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി സ്വർഗോന്നതികളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മുടെ സകല പാപങ്ങളും തൻ്റെ ശിരസിന്മേലേറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന
നമ്മെ ചേർക്കുവാൻ വേഗം വരുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ അടുത്ത് ചെന്ന് കാണുവാനും വിശ്വാസ കണ്ണുകൾ കൊണ്ട് അവിടുത്തെ തേജസ് കണ്ടുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്ന അനുഭവം ജീവിതത്തിലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ജീവിതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ അനുഭവിക്കുവാനും നിത്യതയോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു അനുഗ്രഹമായി അത് രൂപാന്തരപ്പെടുവാനും കർത്താവിടെ ആക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിൽ തിരുസന്നിൽ വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ യാക്കോബിന് ധാരാളം സമ്പത്ത് അവിടുന്ന് നൽകിയെങ്കിലും അതിനെയെല്ലാം നന്മയായി കാണുകയും അതിലുപരിയായി അവിടുത്തെ കരങ്ങളിൽ നിന്നുള്ളതായ അനുഗ്രഹത്തിനു വേണ്ടി യാചിക്കുകയും ചെയ്തതുപോലെ കർത്താവെ, ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹത്തിനായി യാചിക്കുന്നു. ഞങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കർത്താവെ അവിടുന്ന് ധാരാളം നന്മകൾ നൽകി തന്നിട്ടുണ്ട്. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അവിടുന്ന് നൽകി തന്നിട്ടുണ്ട്. എന്നാൽ കർത്താവെ, യഥാർത്ഥമായ അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവെ അവിടുത്തെ മുഖം വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നതായ ഒരു അനുഭവം ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവെ അവരെ ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് മുഖാമുഖം കാണുവാനുള്ളതായ ഒരു വലിയ അനുഭവം അവർക്ക് നൽകി അവരെ സഹായിക്കണമേ. അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.